ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്കില്ലിൻ്റെ ട്യൂട്ടോറിയലാണ്. സ്കില്ലിൻ്റെ ട്യൂട്ടോറിയൽ വിത്ത് ഹാൻഡ് ക്യാം ആണെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് കളിക്കാനൊക്കെ അറിയായിരിക്കും, പക്ഷേ ഇപ്പോഴും സ്കില്ലും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മാക്സിമം ഫുള്ളായിട്ട് കാണാൻ നോക്കുക, എനിക്ക് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഫുള്ളായിട്ട് കണ്ടാലേ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്തു ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് റെയിൻബോ ഫ്ലിക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഗൈസ്. അപ്പോൾ ഡാഷിൽ 3 ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, വളരെ ഈസിയാണ് ഗൈസ്. അപ്പോൾ ഡാഷിൽ 3 ക്ലിക്ക് മാത്രം ചെയ്താൽ മതി. ഏത് പേരിനെ ആണെങ്കിലും വെച്ച് നമുക്ക് റെയിൻബോ ഫ്ലിക്ക് ചെയ്യാം. അതിന് അഡീഷണൽ സ്കില്ലും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഡബിൾ ടാപ്പ് ചെയ്താൽ മാത്രം മതി ഡാഷിൽ. ഗൈസ്, അപ്പോൾ അടുത്തത് പാസ്വേഡ് എടുക്കുന്ന സമയത്ത് ഫേക്ക് റൺ എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം നമ്മൾ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഡാഷ് ബട്ടൺ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. താഴോട്ടെന്നല്ല, നിങ്ങൾ ഏത് പൊസിഷനിലാണ് ഓടുന്നത് ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ഡാഷ് ബട്ടൺ സ്വൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, അത് നമ്മുടെ പാസ്വേഡ് എടുക്കുകയാണ്. പാസ്വേഡ് എടുത്തതിന് ശേഷം ഡാഷ് ബട്ടൺ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. പിന്നെ ആ ഒരു പൊസിഷനിൽ ഓടിയതുകൊണ്ടാണ് ആ ഒരു പൊസിഷനിൽ സ്വൈപ്പ് ചെയ്തത്. ജസ്റ്റ് ഇങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, അപ്പോൾ അടുത്തത് സോംബ്രേറോ എങ്ങനെ ചെയ്യാം. പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സോംബ്രേറോ എടുത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പോകുന്ന ആ ഒരു രീതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. എന്തായാലും ഹാൻഡ് ക്യാം വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആദ്യം ജസ്റ്റ് ഒന്ന് പാസ്വേഡ് എടുത്തതിന് ശേഷം ഡാഷ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു സ്കില്ല് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് സോംബ്രേറോ സ്കില്ല് ആ ഒരു പ്ലെയറിനെ ആഡ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു സ്കില്ല് വരുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിവിടെ റൊണാൾഡീനോന് ആ ഒരു സ്കില്ല് ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ റൊണാൾഡീനോന് പാസ് കൊടുക്കുകയാണ്. ഒരു ഡാഷിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്തിട്ട് ഡാഷിന് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ഏതൊരു പൊസിഷനിലാണ് വേണ്ടത് ആ ഒരു പൊസിഷനിൽ സ്വൈപ്പ് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഈസിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്തോ. ഈസിയാണ്. ഗൈസ്, അപ്പോൾ ഇപ്പോഴും ഡബിൾ ടച്ച് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഡബിൾ ടച്ച് കൂടെ ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അഡീഷണൽ സ്കില്ലൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അഡ്വാൻസ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ സ്കില്ലൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇപ്പോൾ ഞാനിവിടെ പിർലോന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പൊസിഷനിൽ ഡയറക്ഷണൽ സ്വിച്ചിങ്ങിന് കൊണ്ടുപോയിട്ട് ഇപ്പോൾ നമ്മൾ എവിടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെ ഡാഷ് ബട്ടണിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ ഈ സൈഡ് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സൈഡ് തന്നെ ഡാഷ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ഇതാക്കി സ്വൈപ്പ് ചെയ്താൽ മതി. ഓക്കെ,
ഗൈസ് ഇനി അടുത്ത സിസർ സ്പിൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്റ്റെപ്പ് ഓവർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഡാഷ് ബട്ടണിൽ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യണം. ഡാഷ് ബട്ടൺ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഈസി തന്നെയാണ് ഗൈസ്. നിങ്ങൾ ഹാൻഡ് ക്യാമറ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ റാ പോലെ ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി. റൗണ്ട് ചെയ്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഗൈസ്, എല്ലാ സ്കില്ലും ഈസി തന്നെയാണ്. നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സേവ് ചെയ്ത് വരുമ്പോൾ എളുപ്പമാവും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ചോപ്പ് ടേൺ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഡാഷ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്ഷണൽ സ്വിച്ച് ജസ്റ്റ് മുകളിലോട്ട് താഴോട്ട് നിങ്ങൾ ഏത് പൊസിഷനിലാണ് വേണ്ടത് ആ ഒരു പൊസിഷനിലാക്കി കൊടുത്താൽ മതി. നിങ്ങൾ ആ ഒരു ഹാൻഡ് ക്യാം വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോ. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും